അത് തീരുമാനിക്കേണ്ടത് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനായ ഞാനാണ്. ഗൗരവത്തോടെയുള്ള യാദവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും വാതിലടുത്തേക്ക് ആമിയുടെയും ടീച്ചറുടെയും ശ്രദ്ധ പോയി. അവിടെ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു നിൽക്കുന്ന യാദവിനെ കണ്ടതും ആമിയാകെ വിയർക്കാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ സംസാരത്തിൽ ഞെട്ടി നിൽക്കുകയാണ് ടീച്ചർ. അവൻ്റെ സംസാരത്തിൽ നിന്നും അവൻ ആരാണെന്ന് മനസ്സിലായതും ടീച്ചർ അവനെ ഭയത്തോടെ നോക്കി നിന്നു. എന്നാൽ ആമിക്ക് തൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനോടൊപ്പം കണ്ണുനീരും നിർത്താതെ ഒഴുകി. എന്നാൽ അവരെ രണ്ടുപേരെയും നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് യാദവ് ടീച്ചറുടെ അടുത്തേക്ക് ചെന്നു. തൻ്റെ മുൻപിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന യാദവിനെ കണ്ടതും ടീച്ചറുടെ മുഖമാകെ വിളറി വെളുത്തു, ഭയത്തിൽ ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ. എന്നാൽ അവൻ അവരെ നോക്കി ഗൗരവത്തിൽ സംസാരിച്ചു തുടങ്ങി. അവളെ സംരക്ഷിക്കാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി അവളുടെ ഭർത്താവുണ്ട്. എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കാളിയാറ് മഠത്തിൽ യാദവാഗ്നയുടെ കൈകൾക്കും മനസ്സിനും കരുത്തുണ്ട്. എനിക്കതിനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, ഞാൻ മാത്രം. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പറയാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത്? കടപ്പല്ലിൽ ദേഷ്യം അമർത്തി അവസാനത്തെ വാക്ക് ടീച്ചറോട് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു യാദവ്. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയതും മുഖത്തിനും കഴുത്തിനുമായിരുന്ന അവൻ്റെ ഞരമ്പുകൾ എഴുന്നേറ്റു നിന്നു. കണ്ണുകളിൽ ചുവപ്പ് പടർന്നു. സംഹാരരുദ്രനെ പോലെ നിൽക്കുന്നവനെ ആമിയും ടീച്ചറും ഭയത്തോടെ നോക്കി. ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ ശകുന്തള ടീച്ചർ വിറച്ചുപോയി. അവരുടെ നെറ്റിയിൽ വിറപ്പ് പൊടിഞ്ഞു. അവൻ എന്ന് ചെകുത്താൻ്റെ ഭാവം അത്രത്തോളം അവരെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ അപ്പോഴും അവരെ തന്നെ ദേഷ്യത്തിൽ നോക്കുകയാണ് യാദവ്. അവൻ അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി. തൻ്റെ കുഞ്ഞിനെ, തൻ്റെ അംശത്തെ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുൻപ് ഇല്ലാതാക്കാൻ പറഞ്ഞതിന്. അവൻ്റെ മനസ്സ് നിറയെ അവർ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കൊല്ലാനുള്ള കലി തോന്നി അവന്. എന്നാൽ ഇടയ്ക്ക് ആമിയിലേക്ക് അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചതും ക്ഷീണം കൊണ്ട് വാടിയിരിക്കുന്ന അവളുടെ മുഖവും അവിടെ നിറഞ്ഞു നിൽക്കുന്ന പേടിയും അവളുടെ ഇടത്തെ കയ്യിലെ വലിയ കെട്ടും അവൻ്റെ ശ്രദ്ധ തിരിച്ചു. തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചൊന്ന് ശ്വാസം എടുത്തവൻ തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. ശേഷം ഉറച്ച ശബ്ദത്തോടെ ടീച്ചറോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം. ഇനി ഇവളുടെയും എൻ്റെ കുഞ്ഞിനെയും ഞാൻ നോക്കിക്കോളാം. അവളുടെ കാര്യത്തിൽ ഇനി ഞാൻ തീരുമാനമെടുക്കും, ഞാൻ മാത്രം. അവൻ്റെ ഉറച്ച ശബ്ദം കേട്ടതും ടീച്ചർ ഒന്ന് ഭയന്നു. എന്നാൽ അവൻ്റെ അടുത്ത് ആമിയെ തനിച്ചാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ ധൈര്യം സംഭരിച്ച് പറഞ്ഞു തുടങ്ങി, ഞാൻ ആമിയെ. ടീച്ചർക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ? ഭർത്താവ് മരിച്ചതിന് ശേഷം നിങ്ങൾ ജീവിക്കുന്നത് പോലും അവന് വേണ്ടിയല്ലേ? അപ്പോൾ അവനില്ലാതായാലോ? കണ്ണുകളിൽ ക്രൂരത നിറച്ച് ഭീഷണിയുടെ ഭാവത്തിൽ സംസാരിക്കുന്ന യാദവിനെ കണ്ടതും ടീച്ചർ ഭയത്തിൽ കുമിഞ്ഞുകൂടി. അവരുടെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പിൻ്റെ അംശം കൂടിക്കൊണ്ടിരുന്നു. അവരുടെ ഉള്ളിൽ ഭയത്തിൻ്റെ അളവ് 10 മടങ്ങ് കൂടി. വിഷ്ണു, അവൻ മാത്രമായിരുന്നു അപ്പോൾ അവരുടെ മനസ്സ് നിറയെ. എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്. കണ്ണു നിറച്ച അപേക്ഷയോടെ യാദവിനോട് പറയുമ്പോൾ ടീച്ചറുടെ മനസ്സ് നിറയെ തൻ്റെ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവരുടെ ഭാവം അവനിൽ ഒരു പുച്ഛച്ചിരി ഉണർത്തിയിരുന്നു. എന്നാൽ ഇനി എൻ്റെ അനുവാദമില്ലാതെ നിങ്ങളോ നിങ്ങളുടെ മകനോ ഇനി ഇവളെ തിരഞ്ഞു വരരുത്. അങ്ങനെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് മകനുണ്ടാവില്ല. ഭീഷണി സ്വരത്തിലുള്ള അവൻ്റെ വാക്ക് വന്ന് പതിച്ചത് ശകുന്തള ടീച്ചറുടെ അമ്മ മനസ്സിലേക്കായിരുന്നു. ആമിയുടെ ജീവിതത്തിൽ എത്രയെല്ലാം ചെയ്യാൻ കഴിഞ്ഞ അവന് തൻ്റെ മകനെ ഇല്ലാതാക്കാൻ അധിക സമയം വേണ്ടി വരില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവന് മുൻപിൽ നിൽക്കുമ്പോൾ തൻ്റെ മകൻ്റെ ജീവനായിരുന്നു അവർക്ക് ആമിയേക്കാൾ പ്രാധാന്യം. എന്നാൽ അവൻ്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടി നിൽക്കുകയാണ് ആമി. അവളുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. ഇടക്കവ മങ്ങുന്നുണ്ടെങ്കിലും അതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ നിങ്ങൾക്ക് പോകാം. ഉറച്ച ശബ്ദത്തോടെ യാദവ് തൻ്റെ തീരുമാനം പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇടക്ക് ആമിയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഷോക്കിൽ നിൽക്കുവാണ്. ശകുന്തള ടീച്ചർ നിസ്സഹായതയോടെ അതിലുപരി വല്ലാത്ത വേദനയോടെ യാദവിനെ നോക്കി. എന്നാൽ അവൻ്റെ മുഖം അപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ്. അവൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ലെന്ന ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അവർ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആമിയെ ഒന്ന് നോക്കി. അവരെ തന്നെ നോക്കി വേദനയോടെ നിൽക്കുവാണ് ആമി. അവളുടെ കണ്ണുനീര് കാണാൻ കഴിയാതെ ടീച്ചർ തൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ചു. പിന്നെ തേങ്ങൽ പുറത്തേക്ക് വരുന്നതിന് മുൻപ്
തൻ്റെ സാരി തുമ്പ് കൊണ്ട് മൂടിയതിനു ശേഷം ആമിയെ നോക്കാൻ പോലും കഴിയാതെ അവർ വേഗം കതക് തുറന്ന് പുറത്തേക്ക് പോയി. ടീച്ചർ. തന്നെ തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്ന ശകുന്തള ടീച്ചറെ കാണെ അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അവളുടെ കണ്ണുകൾ ദേഷ്യത്തോടെ യാദവിലേക്ക് പോയി. അവൻ അപ്പോഴും പുച്ഛച്ചിരിയോടെ ടീച്ചർ പോയ വഴിയിൽ നോക്കി നിൽക്കുവാണ്. അവനെ കാണിയ ആമിക്ക് എവിടെ നിന്നോ ദേഷ്യം നുരഞ്ഞു പൊന്തി. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി അവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ നിങ്ങളോട് എന്തു തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ച് അവനോട് അലറാൻ തുടങ്ങി. എന്നാൽ അതിനവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ശരീരം തളർന്നതുപോലെ വല്ലാത്ത വേദന. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകളിലേക്ക് ചെറുതായിട്ടിരുട്ട് പടർന്നു തുടങ്ങി. അതിനോടൊപ്പം അവളുടെ ശരീരത്തിൻ്റെ ഭാരം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. വീഴുന്നതിന് മുൻപ് അവൾ ബെഡിലേക്ക് ഇരിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും എന്തുകൊണ്ടോ അവൾക്കതിന് കഴിയുന്നില്ലായിരുന്നു. ആരെയോ ഫോൺ ചെയ്യാൻ വേണ്ടി പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് തിരിയുമ്പോഴാണ് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളുമായി നിൽക്കുന്ന അവളിലേക്ക് അവൻ്റെ ശ്രദ്ധ പോകുന്നത്. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ ബോധം നഷ്ടപ്പെട്ട ആമി നിലത്തേക്ക് പതിക്കുകയായിരുന്നു. ടെൻഷനോടെ യാദവ് അവളുടെ അടുത്തേക്ക് പോയ ഉടനെ തൻ്റെ വലതു കൈ കൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ അടഞ്ഞ കണ്ണുകളിലേക്കും ഒരു ചേമ്പിൻ തണ്ട് പോലെ വാടി അവളുടെ ശരീരത്തിലേക്കും അവൻ്റെ ശ്രദ്ധ പോയി. ആമി. ടെൻഷനോടെ അവളുടെ കവിളിൽ തട്ടി 2 പ്രാവശ്യം വിളിച്ചെങ്കിലും അവൾ കണ്ണു തുറക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഓഫീസിൽ നിന്നുള്ള ഒരു അർജന്റ് ഫോൺ കോളുമായി സേവ്യർ ആമിയുടെ മുറിയിലേക്ക് വന്നത്. എന്നാൽ മുറിക്കകത്തേക്ക് കയറിയ സേവ്യറുടെ കണ്ണിൽ കാണുന്ന കാഴ്ച ആമിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ കവിളിൽ തട്ടി വിളിക്കുന്ന യാദവിനെയാണ്. യാദവിൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ടെൻഷനും പ്രതികരണവും ഇല്ലാതെ കിടക്കുന്ന ആമിയെയും കണ്ട ഉടനെ സേവ്യർ അവർക്കടുത്തേക്ക് വന്നു. അപ്പോഴേക്കും അവൻ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ഹോസ്പിറ്റൽ ബെഡിലേക്ക് കിടത്തി കഴിഞ്ഞിരുന്നു. സർ. യാദവിൻ്റെ അടുത്തേക്ക് വന്ന് സേവ്യർ ചോദിക്കുമ്പോൾ അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഉയർന്നിരുന്നു. കോൾ ദ ഡോക്ടർ എന്നവനെ നോക്കി അലറുകയായിരുന്നു യാദവ്. അവൻ്റെ ആ ശബ്ദത്തിൽ അടങ്ങിയിട്ടുള്ള കരുതലും അവളുടെ ആരോഗ്യസ്ഥിതി ഓർത്തുള്ള ടെൻഷനും നിറഞ്ഞു നിന്നിരുന്നു. സേവ്യർ ഡോക്ടറിനെ വിളിക്കാൻ പുറത്തേക്ക് പോയിരുന്നു. യാദവ് ടെൻഷനോടെ ആമിയെ നോക്കി. അവളുടെ മുഖത്ത് വല്ലാതെ ക്ഷീണം നിറഞ്ഞു. കരഞ്ഞു ആകെ തളർന്നു ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ സേവ്യർ ഡോക്ടറിനെ വിളിച്ചു വന്നു. ഡോക്ടർ വേഗം അവളുടെ പൾസ് ചെക്ക് ചെയ്തു. ഒന്നും മിണ്ടാതെ അവളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണി യാദവിന് ദേഷ്യം വന്നു തുടങ്ങി. അവൾക്ക് എന്താ പറ്റിയത്? ഇവളും കുഞ്ഞും സേഫ് അല്ലേ? അവളെ വേറെ നല്ല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ? ഡോക്ടറോട് ഗൗരവത്തിൽ യാദവ് ചോദിക്കുമ്പോൾ അവൻ്റെ ഇതുവരെ കാണാത്ത പുതിയ ഭാവങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു സേവ്യർ. ഗൗരവത്തിലാണ് യാദവിൻ്റെ ചോദ്യമെങ്കിലും ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും വാത്സല്യവും അവൻ്റെ കൂടെ വർഷങ്ങളായി നിഴൽ പോലെ നടക്കുന്ന സേവ്യറിന് തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആമിയോടും കുഞ്ഞിനോടുമുള്ള യാദവിൻ്റെ സ്നേഹവും കരുതലും ടെൻഷനോടെയുള്ള മുഖഭാവവും കണ്ട് സേവ്യറിന് ചിരി വന്നെങ്കിലും സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ട് അവനത് തൻ്റെ ഉള്ളിൽ തന്നെ അടക്കി നിർത്തി. അത് സർ, മേഡത്തിന് BP ഒന്ന് ഷൂട്ടായതാണ്. പേടിക്കാനൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറക്കും. പിന്നെ ബോഡി വളരെ വീക്കാണ്. പിന്നെ എന്തൊക്കെയോ മേഡത്തിൻ്റെ മനസ്സിനെയും അലട്ടുന്നുണ്ട്. ആ വിഷമം മനസ്സിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് മേഡത്തിൻ്റെ ഹെൽത്തിനെയും കുഞ്ഞിനെയും ബാധിക്കും. അതുകൊണ്ട് BP ഷൂട്ടാകാതെ നോക്കണം. മോർണിംഗ് ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയ ഉടനെ ഡോക്ടറുടെ ഒപ്പം സേവ്യറും പുറത്തേക്ക് പോയിരുന്നു. കുറച്ച് സമയം അവർ തനിച്ച് അവരുടേതായ ലോകത്തിരിക്കട്ടെ എന്ന് അവനും തോന്നി. ആമിയുടെ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് സേവ്യറിൻ്റെ കണ്ണുകൾ ബെഡിലിരിക്കുന്ന യാദവിലേക്ക് നീണ്ടു. 4 മാസങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബിസിനസ് തർക്കത്തിനിടയിലുണ്ടായ വഴക്കിൽ യാദവിൻ്റെ വലത്തെ കൈയുടെ ഷോൾഡറിൽ ഒരു ബുള്ളറ്റ് വന്ന് തറച്ചിരുന്നു. അന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവനെ എത്ര നിർബന്ധിച്ചിട്ടും അവൻ പോയിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം ദേഷ്യമാണ് ആ മുഖത്ത്. അന്ന് അർജുന ആക്സിഡന്റ് നടന്നപ്പോഴും അർജുനെ ഒന്ന് കണ്ട ഉടനെ തിരിച്ചു വരാൻ കാരണവും അതായിരുന്നു. അങ്ങനെയുള്ള ആളാണ് കഴിഞ്ഞ 45 മിനിറ്റുകളായി തൻ്റെ കുഞ്ഞിനു വേണ്ടി ഹോസ്പിറ്റലിൽ സമയം ചിലവഴിക്കുന്നത്. അവനെ നോക്കി വന്ന് ചിരിച്ച് സേവ്യർ പുറത്തേക്ക് പോയി. എന്നാൽ ആമി കിടക്കുന്ന ബെഡിൽ തന്നെ ഇരുന്ന് അവളെ തന്നെ നോക്കുകയാണ് യാദവ്. അവളുടെ ക്ഷീണിച്ച മുഖവും മെലിഞ്ഞ ശരീരവും കടന്ന് അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിലെത്തി നിന്നു. അവിടേക്ക് തന്നെ അവൻ്റെ കാഴ്ച പോയി. സെക്കൻഡുകൾക്കുള്ളിൽ ആ കണ്ണ് വിടർന്നു വന്നു. തൻ്റെ കുഞ്ഞ്, തൻ്റെ അംശമുള്ള ഇടം. യാദവ് പോലും അറിയാതെ അവൻ്റെ കൈകൾ അവളുടെ വയറിലേക്ക് നീണ്ടു.
അവൾ ധരിച്ചിരിക്കുന്ന ഹോസ്പിറ്റൽ ഡ്രസ്സിംഗ് മുകളിലൂടെ അവൻ്റെ കൈ അവളുടെ വയറിലായി അമർന്നതും തൻ്റെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് കടന്നു പോകുന്നത് അവൻ അറിഞ്ഞു. തൻ്റെ ഉള്ളിൽ വന്നു നിറയുന്ന വികാരം എന്താണെന്ന് അവൻ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ ഉള്ളിലെ അച്ഛൻ ഉണർന്നു എന്ന് യാദവിന് മനസ്സിലായി. പതിയെ, വളരെ പതിയെ ശ്രദ്ധിച്ച് അവളുടെ വയറിലൂടെ യാദവ് തൻ്റെ കൈകൊണ്ട് തടവി. ആ സമയം അവൻ പോലും അറിയാതെ അവൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പതിയെ അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് പോയി. അപ്പോഴും അവനെ കാത്തു പുറത്തുള്ള ചെയറിൽ ഇരിക്കുകയായിരുന്നു സേവ്യർ. അവനെ ഇന്ന് നോക്കിയതിനു ശേഷം യാദവ് സേവ്യറിനടുത്തേക്ക് നടന്നു. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന യാദവിനെ കണ്ടതും സേവ്യർ വേഗം എഴുന്നേറ്റു. ഗൗരവത്തിൽ സേവ്യറിനടുത്തേക്ക് വന്ന് അവനോട് യാദവ് കുറച്ചു നേരം സംസാരിച്ചു. അത് കഴിഞ്ഞതും കാറുമെടുത്ത് സേവ്യർ പുറത്തേക്ക് പോയി. അവനെ ഒന്ന് നോക്കിയതും ശേഷം യാദവ് ആമി കിടക്കുന്ന മുറിയിലേക്ക് വന്നു. അകത്തേക്ക് കയറിയതിനു ശേഷം ഡോറ് ക്ലോസ് ചെയ്ത് അകത്തു നിന്നും ലോക്ക് ചെയ്തു. പിന്നെ അവൻ ധരിച്ചിരുന്ന ബ്ലേസർ ഊരി മാറ്റി അവിടെയുള്ള ചെയറിലേക്ക് വെച്ചു. അപ്പോഴും ആമി നല്ല ഉറക്കത്തിലാണ്. അവൻ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ഷർട്ടിൻ്റെ ആദ്യത്തെ 2 ബട്ടൺ അഴിച്ചു മാറ്റി. പിന്നെ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെച്ചതിന് ശേഷം ആമിയോട് ചേർന്ന് ബെഡിലേക്ക് കിടന്നു. അവളുടെ നേരെ വലതുവശം ചെരിഞ്ഞു കിടക്കുമ്പോൾ അവൻ്റെ വലത്തെ കൈ അവളുടെ വയറിന് മുകളിലായി ഭദ്രമായിരുന്നു. പക്ഷേ അപ്പോഴും അവളിൽ നിന്ന് കുറച്ചകലം പാലിച്ചായിരുന്നു അവൻ കിടന്നത്. പതിയെ യാദവിൻ്റെ കണ്ണുകളും അടഞ്ഞുപോയി. അവളോട് ചേർന്ന് എപ്പോഴോ അവനും ഉറക്കത്തെ പുലുകി. ആരോ തന്നെ പൊതിഞ്ഞു പിടിച്ചു കിടക്കുന്നത് പോലെ തോന്നിയാണ് ആമി ഉറക്കമുണർന്നത്. തനിക്ക് ഏറ്റവും പരിചിതമായ എന്നാൽ താൻ ഏറ്റവും വെറുക്കുന്നതുമായ ആ ഗന്ധം തൻ്റെ മൂക്കിലേക്ക് പതിച്ചതും ആമിയുടെ മുഖം ദേഷ്യത്താൽ ചുളിഞ്ഞു. ആമി ഞെട്ടലോടെ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നതും തൻ്റെ മുൻപിൽ കണ്ട കാഴ്ചയിൽ അവൾ ഒരു നിമിഷത്തേക്ക് ശ്വാസമെടുക്കാൻ മറന്നതുപോലെ നിന്നു. തന്നെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന യാദവ് അവൻ്റെ വലതു കൈകൊണ്ട് അവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇടത് കൈകൊണ്ട് അവളുടെ തലയടക്കം പൊതിഞ്ഞ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആമി ആകട്ടെ അവനോട് ചേർന്ന് അവൻ്റെ നെഞ്ചിൽ തലവെച്ചാണ് കിടക്കുന്നത്. തൻ്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവൻ്റെ വലതു കൈക്ക് മുകളിലായിരുന്നു അവളുടെ കൈയും. തന്നെ പൊതിഞ്ഞു പിടിച്ച് കിടക്കുന്ന യാദവിനെയും യാദവിനോട് ചേർന്ന് കിടക്കുന്ന തന്നെയും ആമിക്ക് അവളോട് തന്നെ വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നി. അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് കലങ്ങി ചുവന്നു. ദേഷ്യത്തിൽ അവനെ ബെഡിൽ നിന്നും താഴേക്ക് തള്ളിയതും ഉറക്കത്തിൽ നിന്ന് ഞെട്ടലോടെ എഴുന്നേറ്റിരുന്നു അവൻ. വലത് കൈകൊണ്ട് കട്ടിലിൻ്റെ സൈഡിൽ ബാലൻസ് ചെയ്ത് നിന്നിരുന്നുവെങ്കിൽ അവൻ താഴെ വീഴുമായിരുന്നു. ദേഷ്യത്തോടെ അവൻ തല ഉയർത്തി നോക്കിയതും കണ്ടത് ദേഷ്യം കൊണ്ട് നിൽക്കുന്ന ആമിയെയാണ്. എന്നാൽ ഡോക്ടർ പറഞ്ഞത് മനസ്സിലേക്ക് വന്നതും ശ്വാസമെടുത്ത് കണ്ണുകൾ മുറുക്കെ അടച്ച് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചിരുന്നു അവൻ. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു അവൾ. നിങ്ങൾക്കിനി എന്താ വേണ്ടത്? എൻ്റെ ജീവൻ കൂടെ എടുക്കണോ? അതിനാണോ വന്നിരിക്കുന്നത്? കോളറിൽ കുത്തിപ്പിടിച്ച് അവൾ അലറുമ്പോൾ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു അവൻ. എന്നിട്ട് തൻ്റെ ഷോൾഡറിൽ നിന്ന് പതിയെ തൻ്റെ കൈ അടർത്തി മാറ്റി. എന്നിട്ടും അവളുടെ കണ്ണുകളിൽ നോക്കി സംസാരിച്ചു തുടങ്ങി. നാളെ രാവിലെ 11:30 എൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ താലികെട്ട്. ഞാൻ പറഞ്ഞതുപോലെ കാളിയാർ മഠത്തിലെ അനന്തരാവകാശിയുടെ ഭാര്യയ്ക്കുള്ള പാരമ്പര്യ താലി നാളെ ഞാൻ നിന്റെ കഴുത്തിൽ ചാർത്തും. അപ്പോൾ അവിടെ കാളിയാർ മഠത്തിലെ എല്ലാ അംഗങ്ങളും ഉണ്ടാകും. നമ്മുടെ വിവാഹത്തിന് സാക്ഷിയായി എൻ്റെ കൈ പിടിച്ച് എൻ്റെ ഭാര്യയായി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി ഇനിയുള്ള കാലം മുഴുവൻ നീ കാളിയാർ മഠത്തിൽ ജീവിക്കും. അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിലാണ് വന്നു തറച്ചത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറച്ചു നേരമൊന്നും മിണ്ടാൻ കഴിയാതെ അവൾ നിന്നു. എന്നാൽ പിന്നെ തൻ്റെ കണ്ണുകൾ തുടച്ചൊരു ഭ്രാന്തിയെ പോലെ അവൾ അലറി. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഉറച്ച ശബ്ദത്തോടെ അവൻ്റെ നേരെ അലറുമ്പോൾ അവളെ നോക്കി സംശയഭാവത്തിൽ തൻ്റെ മുഖം ചുളിച്ചിരുന്നു യാദവ്. മതി, ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി. ഈ കാര്യം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയാ.